Lord, you're holy. Lord, you're holy, and we'll lift you up. നാം നിരാശപ്പെടുകയില്ല. നമ്മുടെ ഉള്ളിലുള്ള അത്യന്ത ശക്തി പരിശുദ്ധാത്മാവ് ഏത് സാഹചര്യത്തെയും വിദഗ്ധമായി കൈകാര്യം ചെയ്യുവാൻ നമ്മെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തു നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. ഈ ദൈവാത്മാവിൽ ആശ്രയിക്കുകയാണെങ്കിൽ ഒരു സാഹചര്യത്തിലും നിരാശ നമ്മെ പിടികൂടുകയില്ല. ഇനി ജീവിതം വേണ്ട, ചത്താ മതി എന്ന് നമ്മൾ ഒരിക്കലും പറയുകയില്ല. പുതിയ നിയമഭക്തനായ പൗലോസിന് ബലഹീനത വന്നിട്ടുണ്ട്. തളർന്നു പോയില്ല, നിരാശപ്പെട്ടില്ല. ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഇതുപോലെ നമുക്കും ചില ബലഹീനതകൾ ഉണ്ട്. ആ ബലഹീനതയിൽ ദൈവശക്തി പകർന്നുകൊണ്ട് ദൈവം നമ്മെ ശക്തിപ്പെടുത്തും. റോമാലേഖനം 5-ാം അധ്യായം 3-5 വാക്യങ്ങൾ. അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ഇതാണ് പുതിയ നിയമവിശ്വാസിയുടെ അവസ്ഥ. കഷ്ടത നിരാശയല്ല ഉളവാക്കുന്നത്. കഷ്ടത സഹിഷ്ണുതയുളവാക്കുന്നു, ആത്മധൈര്യത്തെ ഉളവാക്കുന്നു, തുടർന്ന് അത് പ്രത്യാശയിലേക്ക് നയിക്കുന്നു. മാത്രമല്ല, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. തടസ്സമില്ലാത്ത, വിഘ്നം വരാത്ത ഒരു പ്രത്യാശ എല്ലാ ദൈവമക്കളെയും നിയന്ത്രിക്കുകയാണ്. കാരണം പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. പരിശുദ്ധാത്മാവ് ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ പകർന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നിരാശയില്ല, നമ്മളിലുള്ള പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. സാഹചര്യങ്ങൾക്ക് അത് പ്രതികൂലമായാലും നമ്മുടെ ഉള്ളിൽ കർത്താവ് തന്നിരിക്കുന്ന പ്രത്യാശയെ കവർന്നെടുത്ത് നമ്മെ നിരാശയിലേക്ക് തള്ളിയിടാൻ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് ശക്തിയില്ല. കഷ്ടത നമുക്ക് സഹനശീലവും, സഹനശീലം നമുക്ക് ആത്മധൈര്യവും, ഈ ആത്മധൈര്യം നമുക്ക് പ്രത്യാശയുമാണ് നൽകുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 3 മുതൽ വായിക്കുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിൽ ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശീമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിക്കുവാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു. ശീമോൻ മുക്കുവനാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. കർത്താവ് അവനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വലയിറക്കണം. പത്രോസ് യേശുവിനെ അനുസരിച്ചു. പത്രോസ് യേശുവിനെ അനുസരിച്ചപ്പോൾ വഞ്ചി നിറയെ മത്സ്യം ലഭിച്ചു. ഇന്ന് പലരും കഠിനമായി അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ യാതൊരു റിസൾട്ടും ഉണ്ടാകുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം കർത്താവായ യേശു ക്രിസ്തുവിന് ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുത്ത് അവിടുത്തെ വചനത്തിന് നാം കീഴ്പ്പെടുന്നുവെങ്കിൽ കർത്താവിൻ്റെ സഹായത്താൽ നമ്മുടെ അധ്വാനം വ്യർത്ഥമാവുകയില്ല. കർത്താവ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും, ഇതോർത്ത് ഉത്കണ്ഠാകുലരാകരുത്. നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, അതോടൊപ്പം ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും.
ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനും അവിടുത്തെ വചനങ്ങൾക്കും ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിതത്തെ ക്രമീകരിക്കുക. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കും. പത്രോസ് രാത്രി മുഴുവൻ വലവീശി ഒന്നും കിട്ടിയില്ല. ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വലയിറക്കുവാൻ കർത്താവ് പറഞ്ഞപ്പോൾ ക്രിസ്തുവിൻ്റെ വാക്ക് ചോദ്യം ചെയ്യാതെ പത്രോസ് അനുസരിച്ചു. ഇന്ന് പലരുടെയും അവസ്ഥ പരാജയം പരാജയം പരാജയം. വിജയത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. എന്ത് ചെയ്താലും പരാജയം. ഇതിൽ നിന്നൊരു വിമോചനം ലഭിക്കണമെങ്കിൽ കർത്താവായ യേശുവിനെ അനുസരിച്ച് അവിടുത്തെ ഒരു പൈതലായി ജീവിക്കണം. അല്ല എങ്കിൽ എനിക്ക് വിജയം കിട്ടും, എനിക്ക് വിജയം കിട്ടും, ഈ ചിന്തയാൽ കഠിനമായി പ്രയത്നിക്കും. പക്ഷേ ഒടുവിൽ ഒരു റിസൾട്ടും ഉണ്ടാകുകയില്ല. ക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെയും അവിടുത്തെ വചനങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടും യുക്തി കൊണ്ടും അനുഭവ സമ്പത്ത് കൊണ്ടും നാം ചിലതൊക്കെ നേടാമെന്ന് വിചാരിച്ചാൽ വട്ടപൂജ്യം, ഒന്നും നടക്കുകയില്ല. പലരുടെയും ധാരണ കഠിനമായി അധ്വാനിച്ചാൽ വിജയം കിട്ടുമെന്നാണ്. കഠിനമായി അധ്വാനിച്ചിട്ടും വിജയം കിട്ടാത്ത എത്രയോ വ്യക്തികളെ നമുക്ക് കാണാം. അതുകൊണ്ട് 127 സങ്കീർത്തനം നമുക്ക് ബുദ്ധിയുപദേശം തരുന്നുണ്ട്. 127 സങ്കീർത്തനം 1 മുതൽ വായിക്കുന്നു. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. നിങ്ങൾ അതികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടക്കുവാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവൻ ഉറക്കത്തെ കൊടുക്കുന്നു. പലരും അധികാലത്ത് എഴുന്നേൽക്കുന്നു, നന്നാ താമസിച്ച് കിടക്കാൻ പോകുന്നു, കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നു, പക്ഷേ ഒരു റിസൾട്ടും ഉണ്ടാകുന്നില്ല. എന്നാൽ മറുഭാഗത്ത് കർത്താവിനെ അനുസരിക്കുന്ന തൻ്റെ ഭക്തൻ ശാന്തമായി കിടന്നുറങ്ങുന്നു. അവന് വേണ്ടി കർത്താവ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇതിൻ്റെ അർത്ഥം നാം അധ്വാനിക്കരുത്, പ്രയത്നിക്കരുത് എന്നല്ല. കർത്താവിനെയും അവിടുത്തെ വചനങ്ങളെയും ഒഴിവാക്കി നാം എത്രമാത്രം കഠിനമായി പ്രയത്നിച്ചാലും ലക്ഷ്യത്തിൽ എത്തുകയില്ല. നിങ്ങൾ അതികാലത്തെഴുന്നേൽക്കുന്നതും നന്നായി വൈകിയുറങ്ങുന്നതും, നിങ്ങൾ അതികാലത്തെഴുന്നേൽക്കുന്നതും നന്നായി വൈകിയുറങ്ങുന്നതും കഠിന പ്രയത്നത്താൽ ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. കഠിന പ്രയത്നത്താൽ ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവനതു ഉറക്കത്തിൽ കൊടുത്തിടുന്നു. തൻ്റെ പ്രിയനോ അവനതു ഉറക്കത്തിൽ കൊടുത്തിടുന്നു. യഹോവ വീടു പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. കർത്താവിനെ കണ്ടെത്തുന്നതിന് മുമ്പ് പല കാര്യത്തിലും ഏർപ്പെട്ടും അധ്വാനിച്ചും പക്ഷേ ഒരിക്കലും ഒരു യഥാർത്ഥ സംതൃപ്തിയോ ആശ്വാസമോ സന്തോഷമോ അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ആ കർത്താവിൻ്റെ സ്നേഹം തേടി വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ അനുഭവിച്ചിരുന്ന നീറ്റലൊക്കെ മാറി യഥാർത്ഥ തണുപ്പും സംതൃപ്തിയും. ഇന്ന് ആ വചനം പറയുന്ന പോലെ യഹോവ എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും മുട്ടില്ല. ആ ആശ്വാസം എനിക്ക് അനുഭവിക്കുവാൻ, ആ യഥാർത്ഥ സംതൃപ്തി അനുഭവിക്കുവാൻ സർവകൃപാലുവായ ദൈവം എനിക്ക് ഇടവരുത്തി. അതിന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ആവർത്തിച്ച് പരാജയമുണ്ടായാൽ തോറ്റ് പിന്മാറണമോ? ഈ ലോകത്തിൽ കഠിനമായ പ്രയത്നത്തിൻ്റെ ഫലമായി
ഉയർന്ന പദവിയിലെത്തിയ പല നേതാക്കന്മാരും ഉണ്ടായിട്ടുണ്ട്. വിൽസൺ ചർച്ചിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ 6ാം ക്ലാസ്സിൽ തോറ്റു. അദ്ദേഹം വളർന്നു വലുതായി ഒരു രാഷ്ട്രീയക്കാരനായി പലതവണ ഇലക്ഷനിൽ മത്സരിക്കാൻ നിന്നു. അപ്പോഴൊക്കെ തോറ്റുപോയി. പക്ഷേ അദ്ദേഹം പിന്മാറിയില്ല. പലതവണ തോറ്റിട്ടും അദ്ദേഹം മത്സരിച്ചു കൊണ്ടേയിരുന്നു. ഒടുവിൽ അദ്ദേഹം 62ാമത്തെ വയസ്സിൽ ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രിയായി. മാനവകുലത്തിന് വളരെ പ്രയോജനകരമായ പല കണ്ടുപിടുത്തങ്ങളും ചെയ്ത ഒരു വ്യക്തിയാണ് തോമസ് എഡിസൺ. എന്നാൽ സ്കൂളിൽ പഠിക്കുമ്പോൾ അദ്ദേഹം പഠന വിഷയത്തിൽ വളരെ മോശമായിരുന്നു. അധ്യാപകർ പറഞ്ഞത് ടു സ്റ്റുപ്പിഡ് ടു ലേൺ എനിത്തിങ്, ഒന്നും പഠിക്കാൻ കഴിയാത്ത മണ്ടനാണ് എന്ന് അധ്യാപകർ വിലയിരുത്തി. തുടർന്ന് അദ്ദേഹം ജോലിയിലേക്ക് പ്രവേശിച്ചു. 2 ജോലിയിൽ പ്രവേശിച്ചു. ഉടനെ തന്നെ ജോലിയിൽ നിന്ന് അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. കാരണം അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥർ പറഞ്ഞു, ഇദ്ദേഹത്തെ ജോലിക്ക് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല, ഇദ്ദേഹം നോൺ പ്രൊഡക്റ്റീവാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. പക്ഷേ ഇതുകൊണ്ടൊന്നും തോമസ് എഡിസൺ നിരാശനായില്ല. അദ്ദേഹം പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുവാൻ ധാരാളം പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തി. ധാരാളം തവണ പരാജയപ്പെട്ടതിന് ശേഷമാണ് വിജയകരമായ ചില കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹത്തിന് നടത്താൻ കഴിഞ്ഞത്. ഇൻകാൻഡിസെൻ്റ് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് 5000 തവണ അദ്ദേഹം പരിശ്രമിച്ചു. 5000 തവണയും അദ്ദേഹം തോറ്റു. പക്ഷേ ഒടുവിൽ അദ്ദേഹത്തിന് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. നിരവധി പരീക്ഷണങ്ങൾ നടത്തുവാനായി അദ്ദേഹത്തിന് വിപുലമായ ഒരു പരീക്ഷണശാല ഉണ്ടായിരുന്നു. അതിൽ ധാരാളം ഉപകരണങ്ങളും തൻ്റെ കണ്ടുപിടുത്തത്തെക്കുറിച്ചുള്ള ചാർട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ശക്തമായ തീപിടുത്തം ഉണ്ടായി. തൻ്റെ പരീക്ഷണശാലയിലെ സകല ഉപകരണങ്ങളും എല്ലാ റെക്കോർഡുകളും കത്തിനശിച്ചു. അഗ്നിശമന സേന വന്നെങ്കിലും പരീക്ഷണശാലയെ രക്ഷിക്കാനായി കഴിഞ്ഞില്ല. എല്ലാം നശിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് 67 വയസ്സുണ്ട്. തൻ്റെ മകന് 24 വയസ്സുണ്ട്. ഡാഡിയുടെ മുഖത്തേക്ക് നോക്കുവാൻ മകന് വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ തോമസ് എഡിസൺ പറഞ്ഞു, നിൻ്റെ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരരുത്, ഇത് കാണിക്കരുത്, കാരണം അവളാകെ തകർന്നു പോകും. എന്നാൽ എല്ലാം കത്തിത്തീർന്നതിന് ശേഷം കേവലം 3 ആഴ്ച കഴിഞ്ഞതേയുള്ളൂ തോമസ് എഡിസൺ ഒരു വലിയ കണ്ടുപിടുത്തം നടത്തി. അതാണ് ഫോണോഗ്രാഫ് അല്ലെങ്കിൽ ഗ്രാമഫോൺ. പണ്ട് ടേപ്പ് റെക്കോർഡർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഗ്രാമഫോൺ ഉപയോഗിച്ചാണ് ആളുകൾ പാട്ട് കേട്ടിരുന്നത്. റെക്കോർഡ് ചെയ്ത ശബ്ദം റീപ്ലേ ചെയ്യിക്കുവാനായി ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് ഗ്രാമഫോൺ. Long playing records and 45s for singles. These were preceded by the lovely old 78s using wind-up record players. They had a certain sound and atmosphere to them. You start to appreciate തൻ്റെ പരീക്ഷണശാലയിലെ സകലവും നശിച്ചപ്പോൾ തോമസ് ആൽവ എഡിസൺ പറഞ്ഞത് ഇപ്രകാരമാണ്: ദർ ഈസ് ഗ്രേറ്റ് വാല്യൂ ഇൻ ഡിസാസ്റ്റർ. വലിയ നാശനഷ്ടത്തിന് വലിയ മൂല്യമുണ്ട്. എൻ്റെ എല്ലാ മിസ്റ്റേക്കുകളും ഇതാ കത്തിപ്പോയിരിക്കുന്നു. ദൈവമേ നന്ദി, ഇനി പുതുതായി ആരംഭിക്കാമല്ലോ. എൻ്റെ എല്ലാ മിസ്റ്റേക്കുകളും കത്തിപ്പോയിരിക്കുന്നു. ദൈവമേ നന്ദി, ഇനി എല്ലാം പുതുതായി എനിക്ക് ആരംഭിക്കാം. ഇത്രയും വലിയ നഷ്ടത്തിലും അദ്ദേഹത്തിന് പ്രത്യാശ നൽകിയത് ദൈവത്തിലുള്ള തൻ്റെ ആശ്രയമായിരുന്നു. ഭൗതികശാസ്ത്രത്തിൽ ഒട്ടനവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയ മറ്റൊരു വ്യക്തിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഫിസിക്സിൽ അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ബാല്യകാലം എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിന് 4 വയസ്സുവരെ സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. 7 വയസ്സുവരെ വായിക്കാനും കഴിഞ്ഞിരുന്നില്ല.
അദ്ദേഹത്തെ പഠിപ്പിച്ച അധ്യാപകർ പറഞ്ഞു, ആൽബർട്ട് ഐൻസ്റ്റീൻ മെൻ്റലി സ്ലോ ആണ്, മന്ദബുദ്ധിയാണ്. അങ്ങനെ അധ്യാപകർ പറഞ്ഞുവെങ്കിലും ഇദ്ദേഹം കഠിനമായി പരിശ്രമിച്ചു കൊണ്ടിരുന്നു. ബ്രദർ ചോദിച്ചല്ലോ, ചില പരാജയങ്ങൾ അടിക്കടി വന്നാൽ നമ്മൾ പരിശ്രമങ്ങളൊക്കെ മാറ്റിവെക്കണമോ? നാം ലക്ഷ്യത്തിലെത്തുന്നത് വരെ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. വിൽസൺ ചർച്ചിലിൻ്റെയും തോമസ് എഡിസൻ്റെയും ആൽബർട്ട് ഐൻസ്റ്റീനിൻ്റെയും കഠിനമായ പ്രയത്നങ്ങൾ അത് ആത്മീയ മേഖലയിൽ വിജയം കിട്ടാനായിരുന്നില്ല. മറിച്ച് ഈ ലോകത്തിൽ മനുഷ്യന് പ്രയോജനകരമായ ചില കണ്ടുപിടുത്തങ്ങൾ നടത്താൻ വേണ്ടി അവർ കഠിനമായി അധ്വാനിച്ചു. അവർ പരാജയങ്ങൾ വന്നിട്ടും തോറ്റു പിന്മാറാതെ അവരുടെ ലക്ഷ്യം കണ്ടെത്തുന്നത് വരെയും പരിശ്രമിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ദൈവമക്കളായ നമുക്ക് ആത്മീയമായി എങ്ങനെയാണ് വിജയം ലഭിക്കുക? ചില വിശ്വാസികളൊക്കെ വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ചില മേഖലയിൽ വീണ് കിടക്കുകയാണ്. ഒരു ദൈവ പൈതൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അവൻ പാപം ചെയ്തു എന്നാണ് അർത്ഥം. ഒരു ദൈവ പൈതൽ, രക്ഷിക്കപ്പെട്ടൊരു വിശ്വാസി വിജയകരമായി ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പാപത്തെയും ജഡത്തെയും ലോകത്തെയും കീഴ്പ്പെടുത്തി വചനപ്രകാരം വിശുദ്ധിയിൽ ജീവിക്കുന്നു. ഇതിനെയാണ് വിജയകരമായ ജീവിതം എന്ന് പറയുന്നത്. ഈ ലോകത്തിലുള്ളവർ, രക്ഷിക്കപ്പെടാത്തവർ, വീണ്ടും ജനിക്കാത്തവർ വിജയകരമായ ജീവിതത്തിന് മറ്റൊരു നിർവചനമാണ് നൽകുന്നത്. ധാരാളം പൈസ സമ്പാദിക്കാൻ കഴിഞ്ഞാൽ, അല്പം ഉപായവും സൂത്രവും കാണിച്ചായാലും അധികാരവും പദവിയും സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ, വസ്തുവകകൾ, വാഹനങ്ങൾ, നല്ല ജോലി, ഇതൊക്കെ സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ, അല്പം കളവും ചതിവും കാണിച്ചാണെങ്കിലും ജീവിതത്തിൽ ഈ രീതിയിലുള്ള നേട്ടങ്ങളൊക്കെ ഒരു മനുഷ്യന് സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ ലോകക്കാർ പറയും, അവൻ വിജയിച്ചവനാണ്, ജീവിക്കാൻ പഠിച്ചവനാണ്. ലോകക്കാരുടെ ദൃഷ്ടിയിൽ വിജയകരമായ ജീവിതം അവർ അളക്കുന്നത് പണത്തിൻ്റെയും പദവിയുടെയും വസ്തുവകയുടെയും സൗന്ദര്യത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇതൊക്കെ സ്വന്തമാക്കിയ വ്യക്തി ലോകക്കാരുടെ ദൃഷ്ടിയിൽ വിജയകരമായി ജീവിക്കുന്നവനാണ്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ച് ഇതൊന്നുമല്ല വിജയകരമായ ജീവിതം. പാപത്തെയും ജഡത്തെയും ലോകമോഹങ്ങളെയും സ്വയത്തെയും കീഴടക്കി ദൈവവചനപ്രകാരം വിശുദ്ധിയിൽ ജീവിക്കുക, ഇതാണ് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് വിജയകരമായ ജീവിതം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു, തോമസ് എഡിസൺ ഒരു കണ്ടുപിടുത്തം നടത്തുന്നതിന് മുമ്പ് അനേകം തവണ പരാജയപ്പെട്ടു, എങ്കിലും പരിശ്രമിച്ചു കൊണ്ടിരുന്നു വിജയം ലഭിക്കുന്നത് വരെ. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളായ നമ്മൾ കൺമോഹത്തെ കീഴടക്കുവാൻ കഠിനമായി പരിശ്രമിക്കണം. കർത്താവേ, ഈ കൺമോഹത്തിൻ്റെ പിടിയിൽ നിന്ന് എനിക്ക് രക്ഷ കിട്ടണം, അതാണ് എൻ്റെ ലക്ഷ്യം. ചിലപ്പോൾ പരാജയപ്പെട്ടു എന്ന് വരും. നാം നിരന്തരമായി ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കണം, ദൈവകൃപയിൽ ആശ്രയിച്ച്. ഇതുപോലെ ദ്രവ്യാഗ്രഹമുള്ള, പണക്കൊതിയുള്ളൊരു വിശ്വാസി കഠിനമായി പ്രയത്നിക്കണം, സ്വന്തം ശക്തിയിലൂന്നിയിട്ടല്ല, കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട്. ഈ പണക്കൊതിയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. തുടക്കത്തിലൊക്കെ പരാജയം വന്നു എന്ന് വരാം, പക്ഷേ വീണ്ടും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവം അവൻ്റെ ശ്രമം കാണുകയും ആ വ്യക്തിക്ക് പൂർണ്ണമായും ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് വിമോചനം കർത്താവ് കൊടുക്കുകയും ചെയ്യും. ഇനി ചില സഭാ സംഘടനകളിലെ നേതാക്കൾ അവർ തന്നെ ഒരുക്കിയിട്ടുള്ള പദവികൾ, സ്ഥാനങ്ങൾ, അത് സ്വന്തമാക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹം ഉള്ളിൽ കിടക്കുന്നുവെങ്കിൽ ആ പൈശാചിക ചിന്തയിൽ നിന്ന്, സ്ഥാനമാനങ്ങളോടുള്ള ആർത്തിയിൽ നിന്ന് എങ്ങനെ രക്ഷ പ്രാപിക്കും? ദൈവമേ, ഈ പദവികളോടുള്ള ആഗ്രഹത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നിസ്സാരമായ മട്ടിൽ ഒന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടൊന്നും ഇത്തരത്തിലുള്ള ദുരാഗ്രഹങ്ങളിൽ നിന്ന് ഒരു വിശ്വാസിക്ക് രക്ഷ കിട്ടുകയില്ല. അവൻ കഠിനമായി ലക്ഷ്യത്തിലെത്തുന്നത് വരെ പ്രാർത്ഥിക്കുകയും ദൈവകൃപയിൽ ആശ്രയിക്കുകയും വേണം. അപ്പോൾ അവന് ഈ മേഖലയിലും പൂർണ്ണമായി വിജയം ലഭിക്കും. ചില വിശ്വാസികൾ
പുറമേ നല്ല വിശുദ്ധരാണ്, മോശമായത് പറയുന്നില്ല, മോശമായൊരു പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നില്ല. പക്ഷേ ചിലർ രഹസ്യമായി പാപം ചെയ്യുന്നു. ഭാര്യ അറിയുന്നില്ല, ഭർത്താവ് അറിയുന്നില്ല, സഭയിലുള്ളവർ അറിയുന്നില്ല. ചില വിശ്വാസികൾ ചിന്താമണ്ഡലത്തിൽ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പുറമേ അവർ വലിയ വിശുദ്ധരാണ്. അങ്ങനെയുള്ള വിശ്വാസികൾ കഠിനമായി പ്രയത്നിക്കണം. സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചല്ല, ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ചാൽ നിങ്ങൾ ജീവിക്കും. ഈ മേഖലയിൽ കർത്താവേ, എനിക്ക് വിജയം വേണം. ഞാൻ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഒരു വിശുദ്ധനാണ്, എന്നാൽ എൻ്റെ അവസ്ഥ എനിക്കും അറിയാം, അങ്ങേക്കും അറിയാം. എൻ്റെ അകവും പുറവും ഒരുപോലെ വിശുദ്ധമായിരിക്കണം. എന്നെ സഹായിക്കണമേ. അതിനുവേണ്ടി നിലവിളിക്കുകയും പ്രയത്നിക്കുകയും ചെയ്താൽ രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ കർത്താവ് അതിലാക്കുമെന്നാണ് തിരുവചനം. അന്വേഷിക്കുവിൻ, കണ്ടെത്തും. പ്രിയമുള്ളവരെ, ഈ ലോകത്തോട് അനുരഞ്ജിതരായി പല കാര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ജീവിച്ചാൽ ഒരിക്കലും നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു വിജയകരമായ ജീവിതം, വിശുദ്ധ ജീവിതം നമുക്ക് സ്വന്തമാക്കാൻ പറ്റില്ല. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. മരിച്ചാലും ശരി, ഞാൻ പാപം ചെയ്യില്ല. ആ രീതിയിൽ പാപത്തോടെതിരെ ഒരു സന്ധിയില്ലാ സമരം നടത്തണം. തുടക്കത്തിൽ ചില വീഴ്ചകൾ വന്നു എന്ന് വരാം, ചില പരാജയങ്ങൾ വന്നു എന്ന് വരാം. പക്ഷേ അവസാനിപ്പിക്കരുത്. എനിക്ക് വിജയകരമായൊരു ജീവിതം എത്തിപ്പിടിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് തോറ്റ് പിന്മാറരുത്. എനിക്ക് സകല മേഖലയിലും ഒരു വിശുദ്ധ ജീവിതം നിർബന്ധമായും വേണം. ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം എനിക്ക് വേണം. ആ ലക്ഷ്യത്തിന് വേണ്ടി തീവ്രമായി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്ന ഭക്തനെ കർത്താവ് സഹായിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയം വന്നാൽ, അതായത് ഒരു പാപം ചെയ്താൽ, നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ ഒരു പരാജയം വന്നാൽ, ഒരു പാപം ചെയ്താൽ, പാപത്തെ പാപമാണെന്ന് നാം അംഗീകരിച്ച് ദൈവത്തോട് കരുണയ്ക്കായി നിലവിളിക്കണം. ദാവീദ് അഭിഷിക്തനാണ്, ചെയ്യാൻ പാടില്ലാത്ത പാപം ചെയ്തു, ബത്ശബയുമായി പാപം ചെയ്തു. പിന്നെ ആ തെറ്റ് മറയ്ക്കുവാൻ ഒരു കൊലപാതകവും നടത്തി. എന്നാൽ അദ്ദേഹം വരുത്തിയ തെറ്റിൻ്റെ ഗൗരവം തനിക്ക് ബോധ്യമായപ്പോൾ ആ തെറ്റ് ദൈവത്തോട് ഏറ്റുപറയുന്നു. അത് മറച്ചു വയ്ക്കുന്നില്ല. ആ പാപം ചെയ്തു പോയല്ലോ. അപ്പോഴുണ്ടായ അനുതാപമാണ് 51-ാം സങ്കീർത്തനം. ഇനി ദാവീദ് തൻ്റെ തെറ്റേറ്റു പറഞ്ഞു. കർത്താവ് കരുണ കാണിച്ചു, പാപം ക്ഷമിച്ചു. പിന്നീട് ഒരിക്കലും ദാവീദ് അതുപോലുള്ള മ്ലേച്ഛകരമായ പാപം ചെയ്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും പരാജയങ്ങൾ വന്നാൽ കർത്താവിനോട് ഏറ്റുപറയണം. കർത്താവ് ക്ഷമിക്കും. പക്ഷേ പിന്നെ അത് ആവർത്തിക്കരുത്. മാത്രമല്ല, പാപം ചെയ്തിട്ട് ദൈവത്തിൻ്റെ മുമ്പാകെ മറച്ചു വയ്ക്കാൻ പാടില്ല. ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല. ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. നമ്മുടെ സംസാരത്തിൽ, ചിന്തയിൽ, പ്രവൃത്തിയിൽ, സാമ്പത്തിക മേഖലയിൽ രഹസ്യമോ പരസ്യമോ ഏതെങ്കിലും ഒരു വീഴ്ച, പരാജയം സംഭവിച്ചാൽ അതിനെക്കുറിച്ച് നാം തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ ആ തെറ്റ് കർത്താവിനോട് ഏറ്റുപറയണം. കർത്താവ് ക്ഷമിക്കും. പരാജയത്തിൽ നിന്ന് പാഠം നമ്മൾ പഠിച്ചുകൊണ്ട് വീണ്ടും ആ പരാജയം ആവർത്തിക്കാനും പാടില്ല. പരാജയങ്ങൾ സംഭവിച്ചവരെ ദൈവം തൻ്റെ വേലയ്ക്കായി ഉപയോഗിക്കുമോ? പരാജയങ്ങൾ സംഭവിച്ചവരെ ദൈവം തൻ്റെ വേലയ്ക്കായി എടുത്തുപയോഗിക്കും. ഒരു വ്യവസ്ഥയുണ്ട്. തെറ്റിനെക്കുറിച്ച് അനുതപിച്ച് വീണ്ടും ആ പാപത്തിലേക്ക് പോകാൻ പാടില്ല. യെശയ്യാ പ്രവാചകൻ്റെ ജീവിതത്തിലെ പരാജയം ദൈവം കാണിച്ചു കൊടുത്തു. യെശയ്യാ പ്രവാചകന് ദൈവത്തിൻ്റെ ദർശനമുണ്ടായി. ദൈവത്തെ മുഖാമുഖം ദർശനത്തിലൂടെ കണ്ടപ്പോൾ തൻ്റെ അധരം അശുദ്ധിയുള്ള അധരമാണ്, അധരം കൊണ്ട് ഞാൻ പാപം ചെയ്യുന്നു. അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന് തൻ്റെ ജീവിതത്തിലെ പരാജയത്തെക്കുറിച്ച്
ബോധ്യമായി. കർത്താവ് അദ്ദേഹത്തിൻ്റെ അധരത്തെ ശുദ്ധീകരിച്ചു. ദൈവം ചോദിക്കുകയാണ്, ഞാൻ ആരെയാണ് ഇനി അയക്കേണ്ടത്? ഈ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, ഞാൻ പോകാൻ തയ്യാറാണ്, എന്നെ അയക്കണം. എങ്ങോട്ടാണ് അയക്കേണ്ടത്? ആരുടെ അടുത്തേക്കാണ് യെശയ്യാ പ്രവാചകൻ അയക്കുന്നത്? ദൈവത്തിൻ്റെ ആലോചന കേൾക്കാൻ മനസ്സില്ലാത്ത ജനങ്ങളുടെ അടുത്തേക്കാണ് അയക്കുന്നത്. ദൈവത്തിൻ്റെ സന്ദേശം കേൾക്കാൻ മനസ്സുള്ളവരുടെ അടുത്തേക്കല്ല, അതിനെതിരെ മത്സരിക്കുന്ന ജനത്തിൻ്റെ അടുത്തേക്കാണ് യെശയ്യാ പ്രവാചകനെ ദൈവം അയക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചില പരാജയങ്ങൾ വരാം. തെറ്റേറ്റു പറഞ്ഞാൽ യെശയ്യാ പ്രവാചകൻ്റെ അധരത്തെ ശുദ്ധീകരിച്ച ദൈവം നമ്മെയും ശുദ്ധീകരിക്കും. ഞാൻ ആരെ അയക്കേണ്ടു? കർത്താവെ, എന്നെ അയക്കണമേ എന്ന് നമ്മൾ പറഞ്ഞാൽ പരാജയപ്പെട്ടവനെ ദൈവം ശുദ്ധീകരിക്കുന്നു, അവനെ ദൈവം തൻ്റെ വേലയ്ക്കായി അയക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ 6-ാം അധ്യായം 1 മുതൽ വായിക്കുന്നു. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ളൊരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്ന് അത് എൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതാ, ഇത് നിൻ്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങി, നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട്, അടിയൻ ഇതാ, അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അരുളി ചെയ്തത്, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്, നിങ്ങൾ കേട്ടിട്ടും തിരിച്ചറിയുകയില്ല, നിങ്ങൾ കണ്ടിട്ടും ഗ്രഹിക്കുകയുമില്ല. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക. ഞാൻ ആരെ അയക്കേണ്ടു എന്ന് ചോദിക്കുമ്പോൾ യെശയ്യാവ് പറയുകയാണ്, അടിയനിതാ, അടിയനെ അയക്കണമേ. പക്ഷേ എന്ത് ദൗത്യമാണ് യെശയ്യാ പ്രവാചകന് കൊടുത്തത്? ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക. യെശയ്യാ പ്രവാചകൻ പറയുന്ന ദൈവിക സന്ദേശം അത് ഹൃദയപൂർവ്വം അംഗീകരിക്കുന്ന ഒരു ജനത്തിൻ്റെ അടുക്കിലേക്കല്ല യെശയ്യാ പ്രവാചകൻ അയക്കുന്നത്. ദൈവിക സന്ദേശത്തിനെതിരെ കാതടച്ചിരിക്കുന്ന ഒരു ജനം. Lord,